എത്തിക്സ് മാത്രം മതിയോ അല്ലെങ്കിൽ എത്തിക്സ് ആവശ്യമുണ്ടോ? അല്ല, അത് ആ സിനിമ സംവിധായകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടില് വളരെ ലക്ഷ്യബോധമില്ലാന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്ന ജീവിതം നയിച്ചൊരു സിനിമാക്കാരനായിരുന്നു ജോൺ എബ്രഹാം. 40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചിത്രീകരിച്ച ആ സിനിമ ഇപ്പോ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവലില് അദ്ദേഹത്തിന് ആദരവോടെ കഴിഞ്ഞ ദിവസമാണ് പ്രദർശിപ്പിച്ചത്. അപ്പൊ അമ്മ അറിയാനെന്ന് പറഞ്ഞ സിനിമ ഈ ബക്കറ്റിലൊക്കെ പിരിവൊക്കെ എടുത്തിട്ടൊക്കെയാണ് ആ സിനിമ മറ്റേ അദ്ദേഹം ഒഡേസ മൂവീസ് നിർമ്മിക്കുന്നത്. പക്ഷെ അത് കേരളത്തിലെ പല വേദികളിലും ജനങ്ങൾ സിനിമ പിടിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രദർശിപ്പിച്ചൊരു സിനിമയായിരുന്നത്. അപ്പൊ അതിലൂടെ കടന്നു വന്ന പല ആൾക്കാരും, ഇപ്പൊ ജോയ് മാത്യു ആയിരുന്ന അതിലെ നായകൻ, ബീനപ്പോൾ ആ സിനിമയുടെ എഡിറ്റർ ആയിരുന്നു, വേണു ആ സിനിമയുടെ ക്യാമറമാൻ ആയിരുന്നു. അത് അന്ന് ആ സിനിമ പിടിക്കുമ്പോൾ കളർ ചിത്രങ്ങൾ ഇറങ്ങുന്ന കാലത്ത് 16mm ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലാണ് ആ സിനിമ ചിത്രീകരിച്ചത്. 5 ലക്ഷം രൂപ അവര് കളക്ട് ചെയ്തിട്ട് ആണ് ആ സിനിമ നിർമ്മിച്ചത്. അപ്പൊ അതെന്തും അപ്പൊ എസ്തെറ്റിക്സ്, ആ സിനിമയുടെ എസ്തെറ്റിക്സ് അതാ തീരുമാനിക്കുന്നത് ആ സിനിമാക്കാരൻ തന്നെയാണ് അത്. അപ്പൊ അത് അവരുടെ ചോയ്സ് ആയിട്ടാണ് നമുക്ക് പറയാൻ കഴിയുള്ളത്.